ഹായ് ഫ്രണ്ട്സ്, നടി ആക്രമിച്ച കേസിൽ ശ്രീലക്ഷ്മി എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അല്ലേ. ഈ നടി ഈ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്ന സമയത്ത് ഒരു പെണ്ണ് ഈ സുനിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ആ പെണ്ണിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പെണ്ണായിരിക്കും മേഡം എന്നെല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് വന്ന് മീഡിയാസിനോട് പറയുന്നുണ്ട്, എന്നെയും എൻ്റെ ഭാര്യയെയും വിളിച്ചിരുന്നു എന്ന്. ശ്രീലക്ഷ്മിയാണ് ഈ സുനിയെ വിളിച്ചിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ പറയാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തിക്കോട്ടോ. ഓക്കെ, ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഈ സുനിയുമായി ഫ്രണ്ട്ഷിപ്പിലായിരുന്നു എന്ന് പറയുന്നു. ഭർത്താവ് പറയുന്നതാണ് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. സുനി ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ബന്ധമായിരുന്നു. അങ്ങനെ ഒരു പരിചയക്കാരാണ്, അവർ ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാരാണ്. നല്ല ആളല്ലേ, ഫ്രണ്ടാക്കാൻ പറ്റിയ ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യവും സുനി വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ തന്നെ അന്ന് ഈ കൃത്യം നടക്കുന്ന അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കണം, ഇന്നൊരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം. എന്താ ഇവനെ വേണ്ടത്? ഇവൻ ചെയ്യാൻ പോകുന്നത് എന്താ? വലിയ ഭാരതരത്ന കിട്ടുന്ന അവാർഡ് കിട്ടുന്ന പരിപാടിയാണല്ലോ ഇവൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടിക്ക് പ്രാർത്ഥിക്കണമേ പോലും. ആരടുത്ത്? ഈ ശ്രീലക്ഷ്മിയുടെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ക്യൂരിയോസിറ്റി മൂത്തിട്ട് ഈ ചെയ്യുന്ന സമയത്ത് വിളിച്ചു, എന്താണ് പരിപാടി, പറയൂ. അത്രയും ക്യൂരിയോസിറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് ഇത്രയും ക്യൂരിയോസിറ്റി വരാൻ സാധ്യതയില്ലല്ലോ. അത് ഇത്രയും വലിയ ക്രിമിനലിൻ്റെ അടുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്രിമിനലാണ്, ബേസുള്ള ആളാണ്, ആളടുത്ത് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് കൂടുക? ബസ്സിൽ വെച്ചുള്ള പരിചയം കൊണ്ട് മാത്രമാണെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ഫോൺ വിളിച്ച് ഓരോ കാര്യങ്ങൾ എന്നൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണം എന്നൊക്കെ വിളിച്ച് പറയൂ? ഇല്ല, ജസ്റ്റ് ഒരു പരിചയം പുതുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഫോൺ സംഭാഷണം ഒരു ചെയ്യുന്നുണ്ട്. എന്നിട്ടും ശ്രീലക്ഷ്മി ആ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഭർത്താവ് വെളിപ്പെടുത്തുന്നത്. പോലീസുകാർ ഇതിനെ ചൊല്ലി കുറേ വട്ടം വീട്ടിൽ വന്നിരുന്നു, അവർ തെളിവുകളൊക്കെ സംഭരിച്ച് കൊണ്ടേയിരുന്നു, ഫോൺ കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഫോൺ തിരിച്ച് ഇതുവരെ തന്നിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. എല്ലാ തെളിവുകളും ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ നിരപരാധികളെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസുകാർ ശ്രീലക്ഷ്മിയിലെ ഉള്ള അന്വേഷണം നിർത്തിവെച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സംഭാഷണം, അതായത് ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ്, അല്ലേ? അതെ, ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിൻ്റെ സിം കാർഡും ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലയെന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനകത്ത് എന്താ പൾസർ സുനി എങ്ങനെയായിരുന്നു പരിചയം? ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു, അങ്ങനെയൊക്കെ ആയതാണ്. അന്ന് രാത്രിയിലും ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയായിരുന്നു. ആളെ പറ്റി നമുക്ക് ഒരുപാട് ധാരണയൊന്നുമില്ല. ആള് അവിടെ ബസ്സിൽ കണ്ട് പരിചയമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഫോൺ എത്ര ദിവസം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു നിങ്ങളുടെ? ഫോൺ നമ്മൾ തിരിച്ചു മേടിച്ചിട്ടേ ഇല്ല. നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു, പക്ഷേ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു. അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിൻ്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇനി അന്വേഷണം നടത്തിയിട്ടില്ല, അതാണ് കോടതി പറഞ്ഞത്. ശ്രീലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ആളെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷേ ആൾ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കണം, എന്നൊരു സംഭവം നടക്കാൻ പോകണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. വളരെ അടുത്ത ആൾക്കാരോടല്ലേ നമ്മളങ്ങനെ പറയാം. ഏത് റോഡിൽ വെച്ച് കണ്ട് അല്ലെങ്കിൽ ബസ്സിൽ വെച്ചിട്ട് അയാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയുമോ? ഇല്ല. അപ്പോൾ അവർ തമ്മിൽ ഫോൺ സംഭാഷണമുണ്ട് അല്ലേ. എന്നിട്ട് അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി ഭാര്യ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് കോൾ എടുത്തത്. ഇയാൾ ചെയ്യുന്ന കൃത്യം ഏത് കൃത്യമാണെന്ന് ആലോചിക്കണം. ഇത് ശരിക്കും ഇവരെ വെറുതെ വിടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ആ കൃത്യം നിർവഹിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പങ്ക് പറ്റാൻ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്യൂരിയോസിറ്റി വന്നത് അല്ലേ. നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി വന്നത്. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളെടുത്ത് ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്ത്? ഭർത്താവ് തന്നെ 2 തരം വർത്തമാനം പറയുന്നു. ഒരു പരിചയവും ഞങ്ങൾക്ക് അധികമില്ല, ജസ്റ്റ് അറിയാമെന്നേ ഉള്ളൂ. പിന്നെ 2011 തൊട്ട് ക്രിമിനൽ കേസുകളിൽ ബേസുള്ള ആളാണ് സുനി കേട്ടോ. എന്നിട്ട് പോലും ഫ്രണ്ട്ഷിപ്പ് കൂടി, അതിലൊക്കെ ഭയങ്കര ദുരൂഹതയുണ്ട്. ഓക്കെ, താങ്ക് യു.